അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഉരച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചിരട്ട. പിന്നെ നമ്മൾ അകവും നല്ലപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. നോക്കി റൗണ്ട് ഷേപ്പിൽ, അതായത് തടിയിലൊരു റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പിടിക്ക് വേണ്ടിയുള്ളതും നമ്മൾ തടിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റാൻഡ് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിടിയും കൂടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ പിടിയും നമുക്ക്, അതായത് ഈ സ്റ്റാൻഡ് ഒട്ടിച്ചത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ചിരട്ട കൊണ്ട് ഒരു ടീ കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ കുറേ ടീ കപ്പ് ഉണ്ടാക്കിയിരുന്നു. അപ്പം നമ്മൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഒരു ടീ കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. കുറച്ചുകൂടെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട്, കുറേ പേര് ചോദിച്ചു കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാമോ എന്ന് ചോദിച്ചു. അതിൻ്റെ പേരിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ടീ കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കുറച്ചുകൂടി ഈസി ആയിട്ട് ചിരട്ടയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ബൗള്, അതായത് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ബൗള്, പിന്നെ ഇതുപോലെ ടീ കപ്പ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചിരട്ട കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞ ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു നീളമുള്ള ചിരട്ട എടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് ഈ കപ്പ് ഉരച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഒരു ഹാർഡ് സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്, അതായത് ഒരു നല്ലൊരു ഹാർഡ് സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് ഉരച്ച് ഇതിനകത്തിലെ നാരുകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഉരച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചിരട്ട. പിന്നെ നമ്മൾ അകവും നല്ലപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷാക്കി നമ്മൾ അകവും ഉരച്ചെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിനകത്ത് ചായ വയ്ക്കാനുള്ളത് കൊണ്ട് നമ്മൾ അകവും നല്ലപോലെ ഫിനിഷാക്കി, അതായത് ഉരച്ച് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വുഡിലൊരു റൗണ്ട് ഷേപ്പിൽ, അതായത് തടിയിലൊരു റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പിടിക്ക് വേണ്ടിയുള്ളതും നമ്മൾ തടിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഇതും നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്, അത് കട്ട് ചെയ്ത് റൗണ്ടിൽ എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ പിടിയും. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റിൽ ഇങ്ങനെ വെച്ചൊട്ടിച്ചതിന് ശേഷം ഇത് ഇങ്ങനെ വെച്ചൊട്ടിക്കുക. അപ്പോൾ നമുക്ക് ഫ്ലസ് കുക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാൻഡ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന വശ, അതായത് എടുക്കുന്ന വശ ഫ്ലസ് കുക്കാണ്. ഇത് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം അവിടേക്ക് നമുക്ക് ഫ്ലസ് കുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ സ്റ്റാൻഡ് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിടിയും കൂടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ പിടിയും നമുക്ക്, അതായത് ഈ സ്റ്റാൻഡ് ഒട്ടിച്ചതുപോലെ നമുക്ക് പിടിയും നമുക്ക് ഒട്ടിച്ചെടുക്കാം. പ്ലസ് ഒക്കെ കൊണ്ട് തന്നെയാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഫ്ലസ് കുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഫുള്ള് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളത്തിയിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പിൻ്റെ പരിപാടി, അതായത് കപ്പ് നമ്മൾ ഫിനിഷാക്കി എടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടൊരു കപ്പ് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്.